പാലക്കാട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും അതിർത്തി പ്രദേശമാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇതേ വിഷയങ്ങൾ ഉണ്ടായതാ. 2-3 തവണ അവിടെയും മരണങ്ങൾ സംഭവിച്ച. അപ്പം ഞങ്ങളത് അടിയന്തരമായി ഇടപെട്ട് അവിടുത്തെ വാർഡ് മെമ്പറാണ്. ഈ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് PWDയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഫുൾ ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ട്. ബാരിക്കേഡ് ഒന്നും ഒരു പരിഹാരമല്ല. നിലവിൽ ഈ റോഡുകളുടെയൊക്കെ ഒരു സുരക്ഷ എന്ന് പറയുമ്പോൾ കുറച്ച് ഉയരത്തിൽ മതിൽ കെട്ടി ഇപ്പോൾ ഇടയ്ക്ക് ടയറൊക്കെ വെച്ചിട്ട് ഒരു സുരക്ഷ കൊടുക്കാനേ പറ്റുള്ളൂ. കാരണം വലിയൊരു ഇറക്കാണ്. അപ്പോൾ അതിന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ഈ റോഡ് എൻ്റെ അറിവിൽ ഈ റോഡ് ഒരു പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ പേരിലല്ല. അപ്പോൾ അടിയന്തരമായിട്ട് പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് കരുവാരുകുണ്ട് പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യം ഈ റോഡിനെ എത്രയും പെട്ടെന്ന് പഞ്ചായത്തിന്റെ ഭാഗമാക്കി അല്ലെങ്കിൽ PWDന്റെ ഭാഗമാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത സുരക്ഷാ നടപടികൾ സ്വീകരിക്കണം. അല്ലാത്ത പക്ഷേ ഇനി മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം 5ാമത്തെ തവണ എന്തായിരിക്കുന്നത്. ഇതേപോലെ ഞങ്ങളുടെ ഭാഗത്തും വണ്ടികൾ കുറെ ഇങ്ങനെ വീടിന്റെ മുകളിലേക്കും കുഴിയിലേക്കും വീണ സാഹചര്യങ്ങളിലെല്ലാം ഞങ്ങൾ PW ആയിട്ട് കോൺടാക്ട് ചെയ്ത് നിരന്തരം അവരുടെ പുറകെ ഞങ്ങൾ മെനക്കെട്ട് നടന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് അവിടെ ബാരിക്കേഡുകൾ സ്ഥാപിക്കാൻ പറ്റിയത്. ഈ ഭാഗത്തും അതുപോലെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങളെ നമുക്ക് ചെറുതായിട്ടൊന്ന് പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അത് നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള നടപടികൾ നാട്ടുകാരും എല്ലാവരും കൂടി കരുവാരുകുണ്ട് പഞ്ചായത്തും കൂടി ഒന്നിച്ച് ചെയ്യുകയായിരിക്കും നമ്മുടെ ജീവനെ രക്ഷിക്കാനുള്ള ഏക മാർഗം. വട്ടമല വളവിൽ നിരന്തരമായി അപകടം സംഭവിക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അധികാരി വർഗ ചെറ്റകളോട് ഈ നാട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞങ്ങളോട് പറയേ, അവിടെ നിങ്ങൾക്ക് വേണ്ടി സുരക്ഷ ഏർപ്പെടുത്താനുള്ള സംവിധാനമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ നാട്ടുകാർ പിരിവെടുത്തെങ്കിലും ഇവിടെ സുരക്ഷ ഒരുക്കിയിരിക്കും. അതുകൊണ്ട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ ഒന്നെങ്കിൽ കൈ കഴുകി മാറി നിൽക്കുക, അല്ലെങ്കിൽ വേഗം ഏറ്റവും അടിയന്തരമായിട്ട് ഈ പ്രദേശത്ത് വേണ്ട സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ളവരെ ഈ വഴി നടക്കാൻ ഈ നാട്ടുകാർ സമ്മതിക്കാത്ത ദിനങ്ങളാണ് വരാൻ പോകുന്നത്. മെമ്പർമാർ ടൂർ പോകാനും ജനങ്ങളെ നികുതിപ്പണം കൊണ്ട് ടൂർ പോകണത് ഇപ്പൊ ഒരു ആവശ്യം നടന്നിട്ട് വരാതെ ചെണ്ടി ഇറക്കുകയാണ്. 5 ആളായി പഞ്ചായത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്തിനാ പഞ്ചായത്തിന് ഇത്രയും കാലങ്ങളായിട്ട് ഇവിടെ ഡിവൈഡർ ഇത് എത്ര പൊട്ടിവിടെ ഏത് വണ്ടി തട്ടിയിട്ട് ചാടത്തെ 8 മാസം മുന്നേ ഇവരത് റെഡി ആയിക്കോന്നാ നമ്മൾ ഇത് ചെയ്തു തരാൻ വേണ്ടി പരാതി കൊടുത്തിട്ടുണ്ട്. എവിടെ പരാതി കൊടുത്ത്? പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് നടപടി ഇല്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ ഇവിടെ പഞ്ചായത്തേക്ക് മാർച്ച് ചെയ്യും. സമാധാനക്കേടൊന്നും അവർക്കില്ല. സമാധാനം അവിടെ കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ആൾക്കാരും വാർഡ് മെമ്പർമാരും ബ്ലോക്ക് മെമ്പർമാരും ഒക്കെ അടങ്ങുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങളുടെ ഭാഗത്ത് ഞങ്ങളുണ്ടാവും, പോലീസ് ഒപ്പം ഉണ്ടാവും. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവുന്നത് പോലീസ് ഒപ്പം ഉണ്ടാവുന്നത്.